പശുക്കളെ. ഉടനെ വസുദേവൻ ചെയ്തത് എന്താണ്? 10,000 പശുക്കളെ ദാനം ചെയ്തു. ആര്? ഇപ്പൊ എവിടെ കിടക്കുന്നത്? കംസന്റെ തടവറയിൽ. അവിടെ എവിടെ നിന്ന് പശുവിനെ കിട്ടി? എന്തായാലും അർത്ഥം മനസ്സുകൊണ്ട് സമർപ്പിച്ചു. അല്ലാതെ എവിടെ നിന്നാണ് അവിടെ? ആയുധം എന്ന് പറഞ്ഞാൽ 10,000 പശുക്കളെ മനസ്സുകൊണ്ട് സ്വകാന്തിയാൽ ഭാരത സൂര്യാഗ്രഹം നിറഞ്ഞ സർവേശ്വരനുള്ള വൈഭവം അറിഞ്ഞുടൻ താൻ കരുതാഴ്ത്തി നിന്നവൻ ഗതഭീ എന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാതെ ആര് സ്തുതിച്ചു? വസുദേവ വാച. വസുദേവർ പറഞ്ഞു, പ്രകൃത്യതീതനാം സാക്ഷാൽ പുരുഷോത്തമനാണ് നീ, കേവലാനുഭവാനന്ദ സ്വരൂപൻ സർവസാക്ഷിയും. ഭഗവാൻ കേവലാനുഭവാനന്ദ സ്വരൂപനാണ്. ഭഗവാൻ സർവസാക്ഷിയുമാണ്. ഇതൊക്കെ നടക്കുന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത്. ഭഗവാൻ എന്തിലും എല്ലാറ്റിലും സാക്ഷി മാത്രമാണ്. ത്രിഗുണാത്മക വിശ്വം നീ രചിച്ചു നിന്റെ മായയാൽ അതിൽ പ്രവേശിക്കാതെ പ്രവിഷ്ടനായി പ്രത്യേക ബീജങ്ങൾ മൂലം വേർപെട്ടും കൊണ്ടതിലും ചേർന്ന് നിൽപ്പൂതികൾ കൃപാലോ ഭഗവത്യാൽ സമുൽപ്പന്ന പ്രപഞ്ചത്തിൽ പ്രവിഷ്ടൻ ജയിക്കു നീ കാരണത്തേനുള്ള ഏവം ഭഗവാൻ ബുദ്ധ്യന്മേൻ ഗുണാൽ എങ്കിലും അപ്രമേയം സർവത്ര സർവാത്മന സർവസത്വമീ അനാവൃതന്നില്ല നിനക്കകം പുറം. അനാവൃതമാണ് ഭഗവാൻ. ആ ഭഗവാന് അകവും പുറവും എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല. ആത്മാവിലെ ദൃശ്യഗുണങ്ങൾ വേറെ ഒന്നാണെന്ന് മണ്ടുന്നവനാണ് പണ്ഡിതൻ. ദേഹാദി വസ്തുക്കളെ നാമമാത്രമായി കണ്ടിട്ട് കൂടി പൊരുളായി ധരിപ്പവൻ ഗുണം വികാരമായ മുന്നേ ദൃശ്യം വ്യക്തമായി ഗുണങ്ങൾ തന്നെ ആശ്രയമാകയാൽ ഭവാൻ കർത്താവതില്ലെങ്കിൽ അകർന്നു തന്നെ ലോകരക്ഷയ്ക്ക് ഭവാൻ സമായാൽ വർണ്ണമായി സൃഷ്ടിക്ക് രക്തം പേരിന് രാജത്വം എഴുതുന്ന വസുദേവന്റെ പേരില് കാണുന്നത് കംസനിങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കുട്ടി ജനിച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭൃത്യന്മാരവിടെ വിവരം അറിയിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ കംസൻ വരും. എന്നിട്ട് എല്ലാ കുട്ടികളെയും പോലെ ഈ കുട്ടിയെയും കൊന്നുകളയും വസുദേവന്റെ പേടി. ശ്രീ ശുഗൻ പറഞ്ഞു, ഭഗവൻ ചിഹ്നങ്ങളുള്ള പുത്രനോടോ ദേവകി കംസനിൽ ധീരയായിട്ടും തെളിപുഞ്ചിരി പൂണ്ടുടൻ. കംസന്റെ ആണുള്ള ഭയം ദേവകിയുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് ആ ഭയത്തോടു കൂടി ദേവി പുഞ്ചിരിച്ചു എന്നൊരു പ്രയോഗമാണ്, പ്രത്യേകതയാണ്. കാരണം ഭയം വന്നാൽ പുഞ്ചിരിക്കാൻ പ്രയാസം. ഒരാളിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭയമില്ലായ്മ, തെളിഞ്ഞ ഹൃദയത്തിന്റെ ലക്ഷണം. ഇവിടെ ദേവിയുടെ അവസ്ഥ സൂചിപ്പിച്ചു. ഇനി ദേവകി ദേവിയുടെ സ്തുതിയാണ് പറയുന്നത്. നീ സാക്ഷാൽ വിഷ്ണു അധ്യാത്മദീപം ജ്യോതിർബ്രഹ്മം നിർഗുണം നിർവികാരം അവ്യക്തം നിൻ രൂപമാണ് ആദ്യമെന്നാൽ സത്താമാത്രം നിർവിശേഷം നിരീഹം. ഭൂതത്തിൽ ചെന്ന് ആദിഭൂതം ലയിച്ച് ഈ ലോകം കൽപ്പാന്തത്തിൽ നിർലീനമായാൽ